Hello friends, അപ്പോൾ ഇന്ന് നമ്മൾ സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും ഒരു എൻട്രി ലെവൽ ഫോണിനെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത്. സാംസങ് ഗാലക്സി കോർ M01 എന്നാണ് ഫോണിന്റെ പേര്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അതിന്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. 1GB RAM 16GB സ്റ്റോറേജ് വേരിയന്റിന്റെ പ്രൈസ് 5000 റുപ്പീസ് ആണ്. 2GB RAM 32GB സ്റ്റോറേജ് വേരിയന്റിന് 6000 റുപ്പീസുമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇനി അതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യമേ തന്നെ അതിന്റെ ഒരു ഡിസൈനാണ്. അതൊരു കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ബിൽഡിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ആൻഡ് അത്ര നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കോ അല്ല സാംസങ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അത് മറയ്ക്കാനായിട്ട് ബാക്ക് സൈഡിലായിട്ട് കുറേ ഒരു ഗ്രിഡ് ടൈപ്പ് ഡിസൈനൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. സംഭവം കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്ര നല്ല ബിൽഡ് ക്വാളിറ്റി അല്ല. ഒരു നല്ല കേസ് മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോൺ താഴെ വീണാലും നമുക്ക് നല്ല ഡാമേജ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കടക്കാന്നുണ്ടെങ്കിൽ ഒരു 5.3 ഇഞ്ചിൻ്റെ HD+ TFT ഡിസ്പ്ലേ ആണ് സാംസങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് LCDയും TFTയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ TFT കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. എങ്കിലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. ആൻഡ് നമുക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് അവർ വെച്ചിട്ടുള്ളത്. നമുക്ക് വലിയ ഡിഫറൻസസ് ഒന്നും എവിടെയും ഫീൽ ചെയ്തില്ല. പിന്നെ ആ ഒരു ഡിസ്പ്ലേയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഡിസ്പ്ലേയുടെ ഓറിയൻറ്റേഷനാണ്. അതായത് അവർ ആ ഒരു വിഡ്ത്ത് കുറച്ചിട്ട് ലെങ്ത് കൂട്ടിയേക്കാണ് ഈ ഒരു ഫോണിനകത്ത്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ നല്ല ഫിറ്റ് ആയിട്ടിരിക്കും. ആൻഡ് നല്ലൊരു എന്താ പറയുക ഒതുങ്ങിയിരിക്കുന്ന ഒരു ഫോണായിട്ടാണ് ഇൻ ഹാൻഡിൽ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ക്യാമറയാണ്. ഒരു 8 മെഗാപിക്സൽ റിയർ ക്യാമറയും 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ക്യാമറയുടെ ക്വാളിറ്റിയെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്ഡോർ ഷോട്ട് നല്ല രാവിലെയൊക്കെയുള്ള നല്ല വെട്ടമൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോട്ടോ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഒരു ഇൻഡോർ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് വരുമ്പോഴത്തേക്ക് ഫോട്ടോ അത്ര ഇങ്ങോട്ട് പോരാ. ഒരു ബിലോ ആവറേജിലേക്കാണ് ഈ ഒരു ക്യാമറ പെർഫോം ചെയ്യുന്നത്. സെൽഫിയും അതുപോലെ തന്നെയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ പറ്റിയിട്ടാണ്. സാംസങ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 3000 mAh ബാറ്ററിയാണ്. ആൻഡ് ഇതിനകത്ത് നമ്മളിപ്പോൾ വാട്സാപ്പ്, യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള ആപ്സ് വളരെ മിനിമലായിട്ട് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഒരു ദിവസം വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാറ്ററി നിൽക്കും. പക്ഷേ നിങ്ങൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതുപോലുള്ള ബാറ്ററി ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആപ്പൊക്കെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടില്ല. ഒരു 2 ചാർജൊക്കെ ഒരു ദിവസം വേണ്ടി വരും. സോ അതൊരു നെഗറ്റീവ് സൈഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ വേറൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സാംസങ്ങിൻ്റെ One UIക്ക് പകരം Android 10ൻ്റെ ലൈറ്റർ വേർഷൻ ആയിട്ടുള്ള Android 10 Go ആണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പും കുറച്ചുകൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ Android 10 Go എഡിഷൻ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോ UIയും കാര്യങ്ങളൊക്കെ വളരെ മിനിമലായിട്ടാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതൊരു നല്ല പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ഫാസ്റ്റായിട്ടുമാണ് UI പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. മീഡിയടെക്കിൻ്റെ MT6739 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. 2017 ഇറങ്ങിയ ഒരു പ്രൊസസ്സറാണ്. സോ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ആൻഡ് ഇത് അത്രയും കൊണ്ട് ബാറ്ററി എഫിഷ്യൻറ്റും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ ഗെയിമോ കാര്യങ്ങളോ ഒന്നും കളിക്കാനായിട്ട് പറ്റത്തില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗെയിമിങ്ങും അതുപോലെ തന്നെ വളരെ ലൈറ്റ് സോഫ്റ്റ്വെയർസ് മാത്രമേ റൺ ചെയ്യൂ. നിങ്ങളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഇവിടെയും റാൻഡം ലാഗുകളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യും. ആൻഡ് അത് ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ പ്രശ്നമാണ്. നമുക്ക് വേറെ ഒന്നും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. സോ പ്രൊസസ്സർ സെലക്ഷൻ വളരെ മോശമായി പോയി സാംസങ്ങിൻ്റെ ഈ ഒരു ഫോണിനകത്ത്. ആൻഡ് നിങ്ങളിപ്പോൾ ലൈറ്റായിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. സോ മാക്സിമം ഗെയിമുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ്, ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള ഫൈനൽ വേർഡിക്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റാണ്, 5000 റുപ്പീസാണ് ബഡ്ജറ്റ് എന്നുണ്ടെങ്കിലും നിങ്ങളിതിൻ്റെ 1GB RAM വേരിയൻറ്റ് എടുക്കാനായിട്ട് നിൽക്കരുത്. കാരണം ഇന്നത്തെ കാലത്ത് മിനിമം ഒരു 2GB RAM എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാസ്കുകളൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1GB RAM എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വേസ്റ്റ് ഓഫ് മണി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 2GB RAM വേരിയൻ്റ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഒരു 6000 റുപ്പീസിന് 2GB RAM 32GB സ്റ്റോറേജ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടിക്കോളും. അത്രയും ടൈറ്റാണ്, നല്ല ടൈറ്റ് ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ് ഇതിൻ്റെ ആ ഒരു 5000 റുപ്പീസിൻ്റെ വേരിയൻറ്റ്. പിന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 6000+ ഇട്ടിട്ട് നിങ്ങൾ നമ്മുടെ ഓൺലൈനിൽ നിന്നും റെഡ്മി, റിയൽമി ഫോണുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതും ഒരു 6500, 7000 റുപ്പീസിനൊക്കെ നല്ല നല്ല മോഡലുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ബഡ്ജറ്റ് റേസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഈ ഒരു സാംസങ് ഗാലക്സി കോർ M01 എന്ന് പറഞ്ഞ ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.